ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിച്ചൂസ് മീഡിയ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീട്രൂട്ട് പത്രിയുടെ റെസിപ്പിയുമായാണ്. ഞാൻ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് എല്ലാം വെള്ളത്തിലേക്ക് നന്നായി ഇറങ്ങി വരും. ഈ വെള്ളം കൊണ്ടാണ് ഞാൻ പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എല്ലാം തന്നെ ഇതിലേക്ക് നന്നായി തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് എല്ലാം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1.5 കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് വാട്ടിയെടുക്കാനായിട്ട്. ഇനി ഇതൊരു 3 മിനിറ്റ് മൂടി വയ്ക്കണം. ഇപ്പോൾ നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ എത്ര കുഴയ്ക്കുന്നുവോ അതനുസരിച്ച് പത്തിരി നല്ല സോഫ്റ്റായി വരും. ഞാനിപ്പോൾ ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി വെള്ളം തൊട്ടിട്ട് കുഴച്ചെടുക്കണം. ചെറു ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴേ ഇത് കറക്റ്റായിട്ട് പത്തിരിയുടെ പരുവത്തിൽ അയഞ്ഞു കിട്ടത്തുള്ളൂ. ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂട്ടിയെടുക്കാൻ പാടായി വരും. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി കൊടുക്കാം. പത്തിരിക്ക് എത്ര വലിപ്പം വേണമോ അതനുസരിച്ച് ബോൾസിൻ്റെ വലിപ്പം കൂട്ടാം. ഞാനിപ്പോൾ ചെറിയ പത്തിരിയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നൈസായി പരത്തിയെടുക്കണം. ഞാൻ എത്ര പരത്തിയാലും എനിക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പരത്തിയ ശേഷം കട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് പത്തിരി ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് സാധാരണ പത്തിരി ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കണം. പത്തിരിക്കല്ല് ചൂടായ ശേഷം നമുക്ക് ഓരോ പത്തിരി വീതം ചുട്ടെടുക്കാം. പത്തിരിയിട്ട് 5 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനിയും ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പത്തിരി നന്നായി തന്നെ പൊങ്ങി വരും. ഇപ്പോൾ ഒരു പത്തിരി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പത്തിരിയും നമുക്ക് ചുട്ടെടുക്കാം. ഇങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയും കാണാൻ നല്ല ഭംഗിയുമുള്ള ബീട്രൂട്ട് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പത്തിരി ഉണ്ടാക്കുമ്പോൾ ഈ പത്തിരി ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾ തീർച്ചയായും ഇഷ്ടമാകും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസായി അറിയിക്കണം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.